ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഏണിങ്സ് കൊണ്ടുവരുന്ന യൂട്യൂബ് വീഡിയോ കാറ്റഗറിയാണ് പറയുന്നത്. അതായത് നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുള്ള ഒരു യൂട്യൂബർ ആണെങ്കിൽ ആ യൂട്യൂബർ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാറ്റഗറിയിൽ യൂട്യൂബിൽ എത്ര രൂപ സമ്പാദിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഏണിങ്സ് കൊണ്ടുവരുന്ന വീഡിയോ കാറ്റഗറികൾ ഏതൊക്കെയാണ്, ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി അറിഞ്ഞാൽ മാത്രമാണ് നമ്മൾ മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോകൾക്കൊക്കെ നമുക്ക് പണം ലഭിക്കുമോ എന്നുള്ളത് അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ നോക്കുന്നത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഏണിങ്സ് കൊണ്ടുവരുന്ന കാറ്റഗറികൾ ഏതൊക്കെയാണ്, ആ കാറ്റഗറികളിൽ നിന്നൊക്കെ എത്ര രൂപ വെച്ച് നമുക്ക് ലഭിക്കും, അതുപോലെ തന്നെ ആ കാറ്റഗറികളിലൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് RPM എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏറ്റവും കൂടുതൽ ഏണിങ്സ് വരുത്തുന്നത് രണ്ട് രീതിയിലാണ്. അതായത് ഒന്ന് നമുക്ക് ആഡ്സെൻസിലൂടെയുള്ള റവന്യൂ ഉണ്ട്, അതുപോലെ തന്നെ രണ്ടാമതുള്ള ഒരു ഏണിങ്സ് ആണ് നമുക്ക് പ്രൊമോഷൻ എന്നുള്ളത്. ഇതിൽ ആഡ്സെൻസിലൂടെയുള്ള വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന കാറ്റഗറികളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പറയാനുള്ള ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഏണിങ്സ് ആണ്, അല്ലെങ്കിൽ മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ മണി മേക്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാക്കുന്ന വീഡിയോസിനാണ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ RPM ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്, എന്താണ് ഈ RPM എന്നുള്ളത്. അതായത് റവന്യൂ പെർ മൈൽസ് എന്ന് പറഞ്ഞാൽ 1000 വ്യൂസിന് നമുക്ക് എത്ര രൂപ ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് ഈ RPM എന്നുള്ളത്. അതായത് മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലുകളിൽ റവന്യൂ എന്നുള്ള ആ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ RPM എന്ന് കാണാൻ സാധിക്കും. ഈ RPM ഓരോ വീഡിയോകളിലും ഓരോ ചാനലിലും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ RPM ലഭിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഏണിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്. നിങ്ങൾ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ദിവസം തന്നെ 10,000 രൂപ ഏൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് 1,00,000 രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ വരെ ഏൺ ചെയ്യാം എന്നുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ, അത്തരത്തിലുള്ള മണി ഏണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ സാധിക്കും. ഇത്തരം വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ ഏണിങ്സ് ലഭിക്കുന്നത്. അതായത് അത്തരം വീഡിയോസിൽ വ്യൂസ് കുറവായിരിക്കും, പക്ഷെ അതിൽ ഏണിങ്സ് കൂടുതലായിരിക്കും. അതായത് അത്തരം ചാനലുകളിൽ ഒരു 3000 വ്യൂസ് വന്നാലും $3 രൂപ ലഭിക്കും. അതായത് 1000 വ്യൂസിന് $1 വെച്ച് അത്തരം ചാനലുകൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ മണി മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്ന ചാനലുകൾക്ക് അത്തരം ആപ്ലിക്കേഷനുകളിൽ നിന്ന് ഒരുപാട് പ്രൊമോഷൻ ലഭിക്കും. അതായത് ഒരു മാസം തന്നെ 3, 4, 5 പ്രൊമോഷനുകൾ ചെയ്യാൻ സാധിക്കും. ആ പ്രൊമോഷനൊക്കെ ആ കമ്പനി 5000 തൊട്ട് 50,000 രൂപ വരെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, 2, 3 പ്രൊമോഷനുകൾ ചെയ്താൽ തന്നെ ഒരുപാട് പൈസ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ടെക് റിലേറ്റഡ് ആണ്. ടെക്നോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് വീഡിയോകൾ ചെയ്യുന്നതും ടെക് എന്നുള്ള കാറ്റഗറിയിൽ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ടെക് കാറ്റഗറികൾക്കും ഒരുപാട് RPM ലഭിക്കുന്നതാണ്. മുൻപൊക്കെ ടെക് കാറ്റഗറിയിൽ തന്നെ $0.50 1000 വ്യൂസിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 2000 വ്യൂസൊക്കെ വരുമ്പോൾ തന്നെ $1 ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ടെക് കാറ്റഗറിയിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ 20,000 വ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ $10 ലഭിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ RPM ഇത്തിരി കുറവാണ്, എന്നാലും ടെക് കാറ്റഗറിയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ടെക് കാറ്റഗറി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിക്കും. അതുപോലെ തന്നെ അൺബോക്സിങ് ചാനലുകളൊക്കെയാണ്, മൊബൈൽ അൺബോക്സിങ് ചാനലുകളൊക്കെ ആണെങ്കിൽ അത്തരം ചാനലുകൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ആ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യുകയും അത് സ്വന്തമായിട്ട് ഉപയോഗിക്കാനൊക്കെ കിട്ടും. അതിലൂടെ തന്നെ വലിയൊരു വരുമാനമുണ്ട്. അതുപോലെ തന്നെ ആ ചാനലുകളൊക്കെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രൊമോഷന് വേണ്ടി ഒരു പൈസയും തരും. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ വ്ളോഗിംഗ് ആണ്. ഈ വ്ളോഗിംഗ് തന്നെ പല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വ്ളോഗിങ്ങിൽ തന്നെ ഒരുപാട് വ്ളോഗിംഗ് കാറ്റഗറികളുണ്ട്. ഈ വ്ളോഗിംഗ് കാറ്റഗറികൾക്ക് ഇപ്പോൾ വളരെയധികം വ്യൂസ് കൂടുതലാണ്. അതായത് ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ തന്നെ അതിൽ 50,000, 1,00,000 വ്യൂസ്, ചില വ്ളോഗേഴ്സിനൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 24 മണിക്കൂറിൽ തന്നെ 6 ലക്ഷം 7 ലക്ഷം വ്യൂസ് വരുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. വ്ളോഗിംഗ് ചാനലുകൾക്ക് കൂടുതൽ വ്യൂസ് ഉള്ള നിലയ്ക്ക് തന്നെ അത്തരം വ്ളോഗിംഗ് ചാനലുകൾക്ക് 0.10 ആണ് അതിൻ്റെ RPM വരുന്നത്. അതുപോലെ തന്നെ 0.20 ലഭിക്കുന്ന ചാനലുകളുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത്, വ്ളോഗിങ്ങിൽ തന്നെ ഒരുപാട് വ്യൂസ് ലഭിക്കുന്ന ചാനലുകൾക്ക് ഒരുപാട് RPMവും കൂടുതലുള്ള ചാനലുകളുണ്ട്. അതായത് അവരുടെ ടാലന്റിലാണ് അവർ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ വീഡിയോകളും വ്യത്യസ്തമായ കീവേഡുകളിലായിരിക്കും. ഓരോ വീഡിയോകളും അതുപോലെ തന്നെ
ആ ചാനലും ട്രസ്റ്റ് ഉള്ള ഒരു ചാനലായിരിക്കും. അതായത് നമ്മളൊരു ഓൾഡ് ചാനലാണ്, ആ ചാനൽ പലതരം കാറ്റഗറികളിൽ തന്നെ വ്ളോഗിങ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു കീവേഡിൽ മാത്രം വീഡിയോ ചെയ്ത് ആ വീഡിയോകൾ തന്നെ റിപ്പീറ്റഡ് വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ അത്തരം ചാനലുകൾക്ക് RPM കുറവായിരിക്കും. നേരെ മറിച്ച് ആഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വിവിധമായ കണ്ടന്റുകളാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത്തരം വ്ളോഗിങ് ചാനലുകൾക്ക് ഒരു വ്ളോഗില്, അതായത് 1000 വ്യൂസിന് 0.50, അതായത് 2000 വ്യൂസിന് $1 ലഭിക്കുന്ന സിറ്റുവേഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗിങ് ചാനലുകളിലെ ഒരു മിഡ് റേഞ്ച് ആയിട്ടാണ് കണക്കാക്കാൻ പറ്റുക. പല ചാനലുകൾക്കും കൂടുതൽ വ്യൂസ് ലഭിക്കുന്നുണ്ട്, അതിനനുസരിച്ച് കൂടുതൽ വരുമാനം ലഭിക്കുന്ന വ്ളോഗിങ് ചാനലുകളുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ കാറ്റഗറി നോക്കാം. നാലാമത്തെ കാറ്റഗറി എല്ലാവരും ചോദിക്കുന്നതാണ് മ്യൂസിക് എന്നുള്ളത്. ഈ മ്യൂസിക് കാറ്റഗറികളിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇതിലൂടെ ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ആഡ്സെൻസിലൂടെ വരുമാനം ഒരുപാട് ലഭിക്കുന്നതാണ്. നേരെ മറിച്ച് അത്തരത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ മ്യൂസിക് എടുത്തുകൊണ്ടാണ് നമ്മൾ മ്യൂസിക് വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്തരം വീഡിയോസിനൊക്കെ കോപ്പിറൈറ്റ് വരികയും അതിൻ്റെ 50% ആ കമ്പനി കൊണ്ടുപോവുകയും, അല്ലെങ്കിൽ നേരെ മറിച്ച് അതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരികയും അതിലൂടെ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഒരു മ്യൂസിക് ചാനൽ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ മ്യൂസിക് ചാനലുകൾ ചെയ്യുമ്പോൾ പല ആൾക്കാർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ മ്യൂസിക് എടുത്തിട്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാർ. അതായത് ടാലൻ്റ് ഉണ്ട്, പക്ഷെ അവർക്കൊരു ചാനൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അതായത് മ്യൂസിക് എടുത്തുകൊണ്ട് ഡാൻസ് ചാനൽ ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് സ്വന്തമായിട്ട് ഒരു സ്കില്ലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഒരു ബ്രാൻഡ് ചെയ്യുക. അതായത് നിങ്ങൾ പല വീഡിയോ കോപ്പിറൈറ്റ് ക്ലെയിം വന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോസ് ചെയ്യുകയും നിങ്ങൾ തന്നെ സ്വയമായിട്ട് ഒരു ബ്രാൻഡ് ആവുകയും. അതായത് ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബിഗ് ഡാൻസേഴ്സിൻ്റെ ഒക്കെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാ വീഡിയോസിലും കോപ്പിറൈറ്റ് ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് ഈ ആഡ്സെൻസിലൂടെയുള്ള വരുമാനമല്ല, അവരൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണ്, അവരൊരു ബ്രാൻഡായിട്ട് മാറുകയാണ്. പിന്നീട് അവരുടെ ആ സ്കില്ലിനുള്ള ആ ഒരു വരുമാനം എന്തായാലും ഏതെങ്കിലും രീതിയിൽ ഒന്നില്ലെങ്കിൽ പ്രൊമോഷൻ ആയിട്ടായിട്ടും അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ആയിട്ടായിട്ടും ഇതാണ് ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വരുമാനം. അതായത് ആഡ്സെൻസ് വഴിയുള്ള വരുമാനത്തിനേക്കാൾ ഉപരി നമുക്ക് പ്രൊമോഷനിലൂടെയും അതുപോലെ തന്നെ അവരുടെ ആ പോപ്പുലാരിറ്റിയിലൂടെയും അവർക്ക് വരുമാനം പിന്നീട് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വർക്ക് ചെയ്താലും നിങ്ങൾക്ക് ഉള്ള ആ ഒരു സ്കില്ലുണ്ടല്ലോ, ആ സ്കില്ല് ഫുള്ളായിട്ട് പുറത്തെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോസിലൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ആഡ്സെൻസിലൂടെ മാത്രമല്ല, അല്ലാതെയും നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.